ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നത് വിചാരിക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഫ്ലോർ ക്ലീനറുമായിട്ടാണ് കേട്ടോ. നമ്മളിത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നതാണ്. ഒട്ടും തന്നെ ഹാംഫുൾ അല്ല, നമ്മൾ കെമിക്കൽസ് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ഒട്ടും പണച്ചെലവും ഇല്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലോർ ക്ലീനർ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ക്ലീനർ നിങ്ങളൂടെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഈ ഒരു ക്ലീനർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കണ്ടെയ്നറിലാണ് കേട്ടോ ഈ വെള്ളം എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു കണ്ടെയ്നറോ അല്ലെങ്കിൽ ഒരു ബോട്ടിലോ എന്തെങ്കിലും എടുക്കുക. ഇതിലേക്ക് ഞാൻ ഇനി ഒരു 2 സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് പൊടിയുപ്പാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ നമ്മുടെ കല്ലുപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് കല്ലുപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിൽ കല്ലുപ്പില്ല, അതുകൊണ്ട് പൊടിയുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വൈറ്റ് വിനീഗർ അല്ലെങ്കിൽ സിന്തറ്റിക് വിനീഗർ ഉണ്ടല്ലോ, ഇതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വിനീഗറിൻ്റെയും അതേപോലെ തന്നെ ഉപ്പിൻ്റെയും കൂടി ഒരുമിച്ചുള്ളൊരു പ്രവർത്തനം കൊണ്ട് നമ്മുടെ ഈ ഫ്ലോറിലുള്ള അഴുക്കൊക്കെ പെട്ടെന്ന് ഇളകി കിട്ടും കേട്ടോ. നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും. അപ്പം ഞാൻ ഈ ഒരു അളവിലാണ് കേട്ടോ, ഇത് ഒരു 1/4 കപ്പോളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു ചെറിയൊരു കപ്പാണ് കേട്ടോ. ഇതിന് അതായത് ഒരു 4-5 ടേബിൾ സ്പൂൺ കേട്ടോ, അത്ര മതിയാവും. ഇനി നമ്മളിതിലേക്ക് മൂന്നാമതായിട്ട് ചേർത്ത് കൊടുക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പച്ച കർപ്പൂരം കേട്ടോ. ഈ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ല് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ആ നല്ലൊരു സ്മെല്ലുണ്ടാവും. ഈ ഒരു സ്മെല്ല് കൊണ്ടും അതിൻ്റെ ആ ഒരു എഫക്റ്റീവ്നെസ് കൊണ്ടും ഈ പ്രാണികൾ, ചെറിയ ഉറുമ്പുകളൊക്കെ വന്ന് നമ്മുടെ ഫ്ലോറിൽ ഇരിക്കാറില്ലേ, അതൊക്കെ ഇല്ലാതാവും കേട്ടോ. അപ്പം ഞാൻ ഇത്രത്തോളം എടുത്തിട്ടുണ്ട്. ഇതൊരു ക്യാപ്സൂൾ ടൈപ്പിലുള്ള കർപ്പൂരമാണ് കേട്ടോ. അത് ഓരോ ഷേപ്പിൽ കിട്ടും. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളത് ഈ ഒരു ഷേപ്പിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് പൊടിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു 3 സാധനം, ഉപ്പും വിനീഗറും അതേപോലെ തന്നെ കർപ്പൂരവും കൂടി ചേർത്തിട്ടുള്ള ഈ വെള്ളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം മുന്നേ തയ്യാറാക്കി വെക്കണം കേട്ടോ. ഏറ്റവും കുറഞ്ഞത് ഒരു 10 മണിക്കൂറെങ്കിലും ഇത് ഇതേപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കാരണം ഇതിൻ്റെ എല്ലാം ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അത് ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇതിൽ നിന്ന്. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെക്കണം കേട്ടോ. കാരണം നല്ല അടപ്പുള്ള ഒരു പാത്രം തന്നെ എടുക്കുക. അതിനാണ് ഞാനൊരു കണ്ടെയ്നറോ അല്ലെങ്കിൽ ഒരു ബോട്ടിലോ എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞു കേട്ടോ. കാരണം ഇതിൻ്റെ ആ ഒരു സ്മെല്ലും ഗുണമൊക്കെ അതിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നമുക്കൊരു 10 മുതൽ അല്ലെങ്കിൽ ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മളിത് ഇതേപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. അതിനുശേഷം അടുത്ത ദിവസം മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. ഇപ്പം ഞാനൊരു 1/2 ലിറ്റർ വെള്ളത്തിലാണ് കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇതേപോലെ തയ്യാറാക്കി വെക്കാം കേട്ടോ. ഇത് ഇരിക്കുന്നത് കൊണ്ട് കേടാവുകയോ ഒന്നുമില്ല, അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ഇത് പിറ്റേ ദിവസമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ കേട്ടോ. നല്ലൊരു സ്മെല്ല് തന്നെ ഈ ഒരു വെള്ളത്തിനുണ്ട് കേട്ടോ. ഇനി നമുക്ക് സാധാരണ നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ ഈ ബക്കറ്റിൽ കുറച്ച് വെള്ളം പിടിച്ചെടുക്കുകയാണ് കേട്ടോ, ടാപ്പ് ഓപ്പൺ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു വെള്ളത്തിലേക്ക് ഇത് ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തുള്ള വെള്ളത്തിലേക്ക് ഇതിൽ നിന്നൊരു 1/4 ഭാഗമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു 1/2 ലിറ്ററിൽ നിന്നൊരു 1/4 ഭാഗം ഞാൻ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. അത്രത്തോളം തന്നെ മതി കേട്ടോ. ഈ വെള്ളത്തിൽ കംപ്ലീറ്റ് ആയിട്ടൊരു സ്മെല്ല് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടെ എക്സ്ട്രാ ഒരു നല്ലൊരു സ്മെല്ല് കൂടി നിങ്ങൾക്ക് വീട്ടിൽ വേണം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവററ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പെർഫ്യൂമോ അങ്ങനെ നല്ല സ്മെല്ലുള്ള എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുൾത്തൈലമൊക്കെ ആണെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഞങ്ങളുടെ ഒരു പേഴ്സണൽ ഫേവററ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. നമ്മുടെ വീട് മുഴുവനായിട്ട് നന്നായിട്ട് മണക്കും. അപ്പോൾ ഇതുകൂടി ചേർക്കുകയാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാവും. അപ്പോൾ ഈ കർപ്പൂരത്തിൻ്റെ സ്മെല്ല് ചിലർക്കൊന്നും ഇഷ്ടമാവില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കർപ്പൂരത്തിൻ്റെ അളവൊന്ന് കുറച്ചതിന് ശേഷം ഈ പെർഫ്യൂമിൻ്റെ അളവ് കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ മോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. നല്ല രീതിയിൽ ഇതിൽ നിന്ന് അഴുക്കൊക്കെ ഇളകി പോവുകയും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫ്ലോറ് നല്ല വെട്ടിത്തിളങ്ങി അതേപോലെ ഈ പ്രാണികളൊക്കെ വന്നിരിക്കുന്ന ആ ഒരു കാര്യമില്ല, അതൊക്കെ തടയും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ചെയ്തു നോക്കണം കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികൾ, അതും ഇഴഞ്ഞ് നടക്കുന്ന ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഈ രീതിയിലുള്ള ഫ്ലോർ ക്ലീനർ ആയിരിക്കും കേട്ടോ. കാരണം നമ്മൾ കെമിക്കൽസൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുട്ടികൾ അറിയാലോ, ഇഴഞ്ഞ്
കഴിഞ്ഞ് നടക്കുന്ന കുട്ടികൾക്കാകുമ്പോഴേക്കും അത്രയും ഹാർംഫുൾ ആയിരിക്കും. പക്ഷേ നമ്മൾ ഇതുപോലുള്ള വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള നാച്ചുറൽ രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഫ്ലോർ ക്ലീനറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ സ്കിന്നിനും നമ്മുടെ കൈക്കും ഒന്നും ഒട്ടും തന്നെ ഹാർംഫുള്ളും അല്ല. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.